മഴ പെയ്താൽ പണി ഉണ്ടാവില്ല, കറണ്ട് പോയാൽ പണി ഉണ്ടാവില്ല, പിന്നെ കുടിയിരിക്കൽ പെരുന്നാൾ നിശ്ചയം അതിന് വേറെ അവധി. പോവാണിച്ചെങ്കിൽ ഇപ്പം തന്നെ പോവാൻ നല്ലത്. മോൻ്റെ സ്കൂൾ ഫീസ് ആയില്ലേ, വല്ല മാർഗം കാണണ്ട. ഈ നോക്കണം. 1500 ദിർഹംസ് ഈ പോവാതിരിക്കണ്ട. ഓൻ്റെ അളിയനാ, എടാ ഓൻ എന്നെ കണ്ടറിഞ്ഞോളൂ. ഈ 1500 ദിർഹംസിൽ ഫുഡും മറ്റു ചെലവും പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക കാക്ക? എടാ അനക്ക് 1500 തന്നെ കിട്ടുള്ളൂ, അതിനുള്ള പഠിപ്പല്ലേ ഉള്ളൂ. എടാ എല്ലാ ചിലവും വേണ്ടി 28,000 രൂപയ്ക്ക് നാട്ടിക്ക് അയക്കാം. ഇവിടെ കൊണപ്പിച്ച് എനിക്ക് എന്ത് കിട്ടാനാ? എടാ അങ്ങോട്ട് കയറി കിട്ടലാൻ വലുത്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ പണി നോക്കാലോ. നല്ലോണം നേരം ഉണ്ടാവും ഈ 12 മണിക്കൂർ ഡ്യൂട്ടിയിൽ വേറെ ജോലി നോക്കാൻ. അതും 2 വർഷം എഗ്രിമെന്റ് ആണ്. ഈ പോയില്ലെങ്കിൽ എനിക്കാ നാണക്കേട്. അനക്കെന്തല്ലേ, എൻ്റെ അളിയനല്ലേ. ചേട്ടാ ഓർഡർ കേട്ടാ വേണ്ട നല്ല കേട്ടാ. സുഹൃത്തെ വേണ്ട, സുഹൃത്തെ വേണ്ട, വേണ്ട സുഹൃത്തെ വേണ്ട, വേണ്ട. ഈ നോക്കിയ പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച വേണ്ട ഇക്കാക്ക, ഈ വിസക്ക് ഞാൻ പോണില്ല. എനിക്ക് കംഫർട്ട് ആയതിന് ഞാൻ പോവുള്ളൂ. ഇക്കാക്കാന്റെ അളിയനല്ലേ, അവരോട് പറഞ്ഞേക്ക് അനിയന് താല്പര്യമില്ലാന്ന്. പിന്നെ എന്റെ ഭാവിയിൽ വെച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നല്ലൊരു വിസക്ക് ശ്രമിക്കുന്നുണ്ട്, കിട്ടുമ്പോ ഞാൻ കേറും. ഇക്കാന്റെ അളിയൻ നല്ലൊരു മനുഷ്യനാണ്. ഇന്നൊക്കെ ഭയങ്കര കാര്യമാണ് അവർക്ക്. ആ കുടുംബ ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഞാനോട് കയറാതിരിക്കണതാ ബെറ്റർ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? 2.5 മാസമാണ് ഒരു പണിയില്ലാണ്ട് നടക്കണ്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അന്ന് സൂപ്പർ മാർക്കറ്റിലെ കാര്യം പറഞ്ഞത് ധേരയില് 1200 1200 ഞാൻ അത് എന്ന് തന്നെ കയറാൻ റെഡിയാണ്. കേറി കിട്ടലല്ലേ പ്രാധാന്യം, ബാക്കി നമുക്ക് അവിടെ നിന്ന് നോക്കാലോ അല്ലേ? എടാ ഹലോ ഹലോ അല്ലാ.